നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സത്യാഗ്രഹം എന്ന സമരമാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരന്തരം പോരാടിയ മഹാത്മാവിന്റെ സ്മരണയിൽ രാജ്യം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണത്. ഗാന്ധി എന്ന പേരും മുഖവും ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. എങ്കിലും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ചോദ്യം. കേവലം അർദ്ധനഗ്നനായ ഫക്കീർ അല്ലായിരുന്നു ഗാന്ധി. ബ്രിട്ടീഷ് സാമ്രാജ്യം തോറ്റുമടങ്ങിയത് തോക്കുകൾക്ക് മുന്നിലല്ല, അഹിംസ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മാവ് നയിച്ച സമരങ്ങൾക്ക് മുന്നിലാണ്. ഏറ്റവും വില കുറഞ്ഞത് എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഉപ്പ് ഉയർത്തിപ്പിടിച്ചു പോലും ഒരു വൻ സമരം നയിക്കുക, ലോകമെങ്ങും അത് ചർച്ച ചെയ്യുക, ഇതെല്ലാം ഗാന്ധിക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ മുഴുവൻ ആയുധവും അദ്ദേഹത്തിന് മുന്നിൽ അപ്രസക്തമായി. ഒരു ജനത ഒന്നിച്ചു നിന്നാൽ ഏറ്റവും ശക്തമായ സമരമാർഗം നിസ്സഹകരണമാണെന്ന് ഗാന്ധി തെളിയിച്ചു. വിഭജന രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം ഉയർത്തിയ മാനവികതയുടെ രാഷ്ട്രീയം തന്നെയാണ് വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവനെടുത്തതും അതേ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ദേശത്തിന്റെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കെതിരെയുമുള്ള പോരാട്ടങ്ങൾക്ക് ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് കരുത്താകട്ടെ. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചു. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു. നവരാത്രി പ്രമാണിച്ച് ക്ഷേത്രങ്ങളിലെ സരസ്വതി മണ്ഡപത്തിൽ സംഗീതാർച്ചനകളും മറ്റ് കലാപരിപാടികളും നടന്നു. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദുർഗാദേവിയായി അവതരിച്ച പാർവതീദേവി 9 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ മഹിഷാസുരനെ വധിച്ചു എന്നാണ് ഐതിഹ്യം. മഹിഷാസുരന്റെ വധത്തിന്മേലുള്ള വിജയത്തിന്റെ ആഘോഷമാണ് വിജയദശമി. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമായും വിജയദശമിയെ കാണുന്നു. വിജയദശമി ദിനമായ ഇന്ന് രാവിലെ ക്ഷേത്രങ്ങളിൽ സരസ്വതി പൂജ, എഴുത്തിനിരുത്തൽ എന്നിവ നടന്നു. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കുത്തേറ്റു. SI ശരത് സോമനും CPO അരുണിനുമാണ് കുത്തേറ്റത്. ചാവക്കാട് സ്വദേശി നിസാറും സഹോദരനും തമ്മിലുണ്ടായ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കാൻ എത്തിയതായിരുന്നു പോലീസ് സംഘം. ഇതിനിടയിൽ നിസാർ കത്തിയെടുത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പോലീസുകാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ CPO ഹരികൃഷ്ണൻ, അനീഷ് എന്നിവരെയും പ്രതി ആക്രമിച്ചു. ആക്രമണത്തിന് പിന്നാലെ പ്രതി ഓടി രക്ഷപ്പെട്ടതായും ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിനു ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ചാവക്കാട് നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. ഇയാളെ പിന്നീട് തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് വിവരം. SI ശരത്തിന്റെ കൈക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി. ചൊവ്വന്നൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. ചൊവ്വന്നൂർ സ്വദേശി മേനോത്ത് വീട്ടിൽ 42 വയസ്സുള്ള ശിവരാജിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2 ദിവസം ബീവറേജ് മുടക്കമായതിനാലും മേഖലയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടുമാണ് വൻ ലാഭം പ്രതീക്ഷിച്ച് പ്രതി വിൽപ്പനയ്ക്കായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സൂക്ഷിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിൽ 120 കുപ്പികളിലായി സൂക്ഷിച്ച 60 ലിറ്റർ മദ്യം പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വൈദ്യപരിശോധനയ്ക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫൽഗുണൻ, സുനിൽ ദാസ്, പ്രിവന്റീവ് ഓഫീസർ മധു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ഷിബിൻ, സതീഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റൂബി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടവല്ലൂർ കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. കൊരട്ടിക്കര പാലച്ചുവട് ക്ഷേത്രത്തിനു സമീപം മുള്ളത്ത് രാജന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. പിറകുവശത്തെ ഗ്രില്ലും വാതിലും തകർത്ത് അകത്തുകയറിയ മോഷ്ടാക്കൾ അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. സ്വർണമോ പണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുടമ പറഞ്ഞു. 2 ദിവസമായി രാജനും കുടുംബവും പുറത്തുപോയിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4ഓടെ വീട്ടിൽ ജോലിക്കായി എത്തിയ സ്ത്രീ പിറകുവശത്തെ ഗ്രിൽ തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുടമയെ വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടുടമ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പരിസരത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു.
ഗുരുവായൂർ നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവത്തിന് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിക്കറ്റ് മത്സരത്തോടെ തുടക്കമായി. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് എറിഞ്ഞ പന്ത് ബൗണ്ടറിയിലേക്ക് പായിച്ച് നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ എം ഷഫീർ, സായ്നാഥൻ, കൗൺസിലർമാരായ ഫൈസൽ പൊട്ടത്തയിൽ, ബിബിത മോഹൻ, രഹിത പ്രസാദ്, കായികാധ്യാപകൻ AR സഞ്ജയ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 2 മുതൽ 25 വരെ നീളുന്ന കലാകായിക മത്സരങ്ങളിൽ 45 ഇനങ്ങളിലായി 2000 മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. അക്ഷരങ്ങളുടെയും ആയുധങ്ങളുടെയും കലകളുടെയും ആഘോഷമായ നവരാത്രിക്ക് വിജയദശമി ചടങ്ങുകളോടെ സമാപനമായി. ആദ്യാക്ഷരം കുറിക്കാനായി കുരുന്നുകൾക്കൊപ്പം ഭക്തർ ക്ഷേത്രങ്ങളിലേക്കെത്തി. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിജയദശമി ചടങ്ങുകൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എഴുത്തിരുത്തൽ ചടങ്ങിന് ലക്ഷ്മിക്കുട്ടി ടീച്ചർ, കോമളം ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് സരസ്വതി പൂജയ്ക്ക് ശേഷം പൂജവെപ്പ് നടത്തി. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അടച്ചുപൂജയ്ക്ക് സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജയും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം പ്രസാദ വിതരണവും നടത്തി. വ്യാഴാഴ്ച കാലത്ത് സരസ്വതി മണ്ഡപത്തിലെ പ്രത്യേക പൂജയ്ക്ക് ശേഷം കുട്ടികളെ എഴുത്തിനിരുത്തി. മുൻ ക്ഷേത്രം ട്രസ്റ്റിയും അധ്യാപകനുമായ ഉണ്ണിമാസ്റ്റർ കുട്ടികളെ എഴുത്തിനിരുത്തി. നവരാത്രി ദിവസങ്ങളിൽ കുമാരി പൂജയ്ക്ക് മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, മാതൃസമിതി തുടങ്ങിയവർ നവരാത്രി ആഘോഷത്തിന് നേതൃത്വം നൽകി. കോട്ടപ്പുറം ശ്രീ മണ്ണത്രിക്കോവ് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി വിഷ്ണുപ്രസാദ് തിരുമേനി കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം മോഹനന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചന നടന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് KR ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, രക്ഷാധികാരി CP സൂര്യനാരായണൻ, KR ശ്രീനിവാസൻ, KK പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. NCPS ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനം മതേതര പുനരർപ്പണ ദിനമായി ആചരിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് RTA ഗഫൂർ അധ്യക്ഷത വഹിച്ചു. CK രാധാകൃഷ്ണൻ, MK ഷംസുദ്ദീൻ, KR സുനിൽകുമാർ, AS ഷിഹാബ്, നിഷ വർമ്മ, അലിക്കുട്ടി വാലിയിൽ, PV ജാബിർ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF കടവലൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് കല്ലുമുറം സെന്ററിൽ സ്വീകരണം നൽകി. ചൊവ്വാഴ്ച കടവലൂർ വടക്കുമുറിയിൽ കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ MN മുരളീധരൻ, വൈസ് ക്യാപ്റ്റൻ KM മണികണ്ഠൻ, മാനേജർ KB ജയൻ, MC അച്യുതൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കടവലൂർ സെന്ററിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. 100 കണക്കിന് പ്രവർത്തകർ ജാഥയിൽ അണിചേർന്നു. കലമ്പുറത്തു നടന്ന യോഗത്തിൽ DYFI ബ്ലോക്ക് സെക്രട്ടറി ഹസൻ, കടവലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ബിന്ദു എന്നിവർ സംസാരിച്ചു. പാർട്ടി പോഷക സംഘടനാ നേതാക്കൾ ഹാരാർപ്പണം നടത്തി. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ജാഥ ഇന്ന് വൈകിട്ട് പെരുമ്പിലാവിൽ സമാപിക്കും. സമാപന സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്യും. RSS കടിക്കാട് മണ്ഡലം വിജയദശമി പദസഞ്ചലനം നടത്തി. ചെറായിയിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം കിഴക്കേ ചെറായിയിൽ സമാപിച്ചു. പാലപ്പെട്ടി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P രാജശേഖരൻ മുഖ്യാതിഥിയായി. ജില്ലാ സഹകാര്യവാഹക് MG വിനികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സംഘചാലക് ഡോക്ടർ CG നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വ്യക്തിഗീതം, ഗണഗീതം, ശാരീരിക പ്രദർശനം എന്നിവയുണ്ടായിരുന്നു. RSS മുണ്ടത്തിക്കോട് മണ്ഡലം 100ാം വാർഷികത്തോടനുബന്ധിച്ച് വീരാട ശതോത്സവം നടത്തി. പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനത്തു നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് കല്ലെടുത്തപ്പടി മൈതാനത്ത് സമാപിച്ചു. ലോകാരോഗ്യ സംഘടന മുൻ പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CB പ്രദീപ് മുഖ്യാതിഥിയായി. ക്ഷേത്രീയ പ്രചാരക് PN ഹരികൃഷ്ണകുമാർ നേതൃത്വം നൽകി. സമ്പദ കേസരി ഉദ്ഘാടനം, കൊടിയുയർത്തൽ, ശാരീരിക പ്രദർശനം, ഗണഗീതം, അമൃതവചനം എന്നിവയുമുണ്ടായിരുന്നു. അറിയിപ്പ്: കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതശാസ്ത്രം ദിവസവേതന ഒഴിവിലേക്ക് ഒക്ടോബർ 7-ാം തീയതി രാവിലെ 10:30 അഭിമുഖം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ നേരിട്ട് ഹാജരാകുക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,880 രൂപ, പവന് 87,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 156 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.